Sniper. സാറേ ഞാൻ ഫ്രീ ആയി. എവിടെ വരണം പറഞ്ഞാൽ മതി. എവിടെ വരണ്ട, നിങ്ങള് ഒന്ന് തനിയെ കിട്ടിയാൽ എനിക്ക്. തനിയാ ഞാൻ സാറ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ എത്തും. ഞാൻ ഫ്രീ ആണ്. അല്ല, നിങ്ങൾ പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ നമ്മള് ഗ്യാങ് ഹൗസിലോട്ട് പോണോ? ഗ്യാങ് ഹൗസ് വേണോ അതോ വേറെ എവിടെയെങ്കിലും വേണോ? ഗ്യാങ് ഹൗസ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഗ്യാങ് ഹൗസിലുണ്ട്. ശരി. സാർ പുറത്തുണ്ട്, ഇതാ വരുന്നു അകത്തുണ്ട്. അല്ല, ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, അകത്തേക്ക് കാണാൻ പറ്റുമോ? കേറിക്കോ സാർ, കേറിക്കോ. അത് കേറിക്കോ. എന്തോ ഒരു വലിയൊരു ഡീലുണ്ട്. ഹലോ, സാർ കണ്ടില്ല. അകത്തിരുന്ന് അന്നത്തെ പോലെ ഡ്രോണും വെച്ചോണ്ട്. ശരി. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവച്ചാൽ ഡ്രോൺ ഒന്ന് പറഞ്ഞകത്ത് വരത്തില്ല. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എല്ലാം സെറ്റായിട്ട് പോകുന്നു. ബ്ലാക്ക് മണി ഗ്രൈൻഡിങ് ആണേ. കുറച്ച് ഇപ്പൊ DH-ന്റെ അകത്ത് തന്നെ 24 മണിക്കൂർ. സാർ ഇവിടെ ഇരുന്നോളൂ സാർ. സാർ പുതിയ എന്തെങ്കിലും ഡീലുണ്ടോ? നമുക്ക് കൺസൈൻമെന്റ് ഒക്കെ അടിക്കാൻ നമ്മളെ പിള്ളേരൊക്കെ റെഡി ആണ്. സത്യം പറഞ്ഞ കൺസൈൻമെന്റ് അല്ല, അല്ലാത്തൊരു ഡീല് ആണോ? ഞാൻ കുറച്ച് പേര് ഒരു 12 പേരോളം ഉണ്ട്. ഇവന്മാരുടെ ഫുൾ ഡീറ്റെയിൽസ് പൊക്കി തരണം. ഇവന്മാരുടെ സ്വഭാവം, ഇവന്മാര് പ്രശ്നക്കാരാണോ, ഇവന്മാർ ഏതെങ്കിലും ഗ്യാങ്ങിലുണ്ടോ എന്നൊക്കെയുള്ള ഒരു ബന്ധം ഇത് നമ്മൾ അറിഞ്ഞാൽ മതി. പിന്നെ ഞാനല്ലാണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് കിട്ടണം എങ്ങനെയുണ്ടെന്ന് ഇവന്മാര്. 12 പേരുണ്ട്. ഇവന്മാരെ പറ്റി ഇവന്മാര് ഒരു ചെറിയൊരു ബിസിനസ് ഡീലാണ് അവരുമായിട്ട്. അപ്പൊ എങ്ങനെയാണെന്ന് അതിനെപ്പറ്റി ഒന്ന് അറിയണം. അവരെ പറ്റി ഒന്ന് മൊത്തത്തിൽ അറിയണം. അവന്മാര് പ്രശ്നക്കാരാണോ, വിശ്വസിക്കാൻ കൊള്ളാവോ, പിന്നെ അവന്മാർ ഏതെങ്കിലും ഗ്യാങ്ങിലുണ്ടോ, ഫാമിലിയിലുണ്ടോ, ഉണ്ടായിരുന്നോ കേട്ടിട്ടൊന്ന്. ഇവര് ആരാണ്? എന്തെങ്കിലും ഒരു ക്ലബോ എന്തെങ്കിലും ആണോ? ക്ലബാണെന്നാണ് പറയണത്. പക്ഷെ നമുക്ക് ഒന്ന് കൂടുതലൊന്നും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ഇവന്മാരുടെ സ്വഭാവം, കാരണം ഇവന്മാരുമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ടീംസ് ആണോ നമുക്കൊന്ന് അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഒന്ന് അറിയണം മൊത്തത്തില്. ഇവന്മാരുടെ പരിപാടികളൊക്കെ എന്താണ്, സിറ്റിയിൽ എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് വെച്ച് ഇപ്പൊ അതിന്റെ കോണ്ടാക്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ചെറുതായിട്ട് നമ്മുടെ രീതിയിലല്ല, നിങ്ങളുടെ രീതിയിലൊന്ന് അന്വേഷിച്ച് മനസ്സിലായി ഡീറ്റെയിൽസ് ഞാൻ പേര് ഞാൻ വേണേല് മെസ്സേജ് ചെയ്യാം. സാർ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നത്. ഇത് എവിടെ ഉള്ളവരാണ് എന്തിനാണെന്ന് കൂടി പറഞ്ഞത് ഒരു ഐഡിയ കിട്ടിയ. മനസ്സിലായില്ല. അല്ല അങ്ങനെയല്ല, ജസ്റ്റ് ഇവരെ ക്ലബിന്റെ പേരാ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണത്തില്ല? ഒന്നുമില്ല, കുറച്ച് പേരുകൾ മാത്രം. ഇവരെ നമ്മളെ സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ ഐഡന്റിറ്റീസ് എടുക്കണം അല്ലേ? അങ്ങനെ അവരറിയരുത്, അവര് പോലും പിള്ളേരെ വെച്ചിട്ട്. മനസ്സിലായി. അതായത് അവരറിയരുത് അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് അല്ലേ? അവന്മാർ അന്വേഷിക്കുന്നുണ്ടെന്ന് അവരറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് വിവരങ്ങൾ കിട്ടണം. കാരണം നമുക്ക് പേടിയിലൊക്കെ അന്വേഷിച്ച് നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇല്ലീഗൽ പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ സാറ് ലിസ്റ്റ് ഇട്ടാ മാത്രം മതി. ബാക്കി ഇതിന്റെ ടൈം പീരീഡ് വല്ലതും ഉണ്ടോ? എങ്ങനെയാണ്? ഒരു കുറച്ച് ദിവസം തരാം, 2-3 ദിവസം തരാം. ഇതിന് നമുക്ക് ഇതിന്റേതായ ഒരു കുറച്ച് നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റർ ഭാഗത്ത് കുറച്ച് തരാം. ഓക്കെ, ഡോണ്ട് വറി. അത് പല സമയത്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചില സഹായങ്ങളൊക്കെ തരാം. പല പ്രയോറിറ്റീസ് ഒക്കെ തരാം.
ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ശരി ശരി, അപ്പൊ ഞാൻ നമ്പർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, നമ്പർ വാട്സപ്പ് ചെയ്ത് തരുന്നത് ബാക്കി സോറി നമ്പറല്ല, പേര് ഞാൻ പേര് WhatsApp പേര് ചെയ്യാം. അതന്നെ. ഓക്കെ, പേരുകള്. ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോവാണ്. ഇപ്പം കുറച്ച് ഈ കോഴ്സ് സെറ്റായി വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. പിന്നെ കൺസൈൻമെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ എല്ലാവരും ഒന്നും ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പണ്ട് ചോദിച്ചിട്ടില്ലോ മാസത്തിൽ ഒന്നൊന്ന്? ഇല്ല, മനസ്സിലായി, മാസത്തിൽ ഒരെണ്ണം. അങ്ങനല്ല, പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ആൾക്കാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മറ്റു ഗ്യാങ്ങുകളൊന്നും അധികം ആക്റ്റീവ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ ഹൈ. മനസ്സിലായി. അപ്പൊ ഒന്നെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇല്ല, നമ്മളെ പ്രിപ്പയർഡ് ആണ്. നമുക്ക് എന്തൊരു കൺസെപ്റ്റ് വന്നാലും നമ്മളെ ഇവിടെ ആള് ഫുള്ളായിരിക്കും. അത് സാറ് ഇതാവണ്ട. അപ്പൊ ആ കാര്യത്തില് എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ ഭാഗത്തും ചെയ്യാൻ പറ്റും സാറേ. ഞാൻ പറഞ്ഞില്ല അന്നൊരു ബിസിനസിനെ പറ്റിയിട്ട്, അതെന്തായി സാറേ? അതിനെ പറ്റി പിന്നെ സാറിനെ കാണാനില്ല വിളിച്ചിട്ട്. അതിപ്പം ഞാനൊരാളല്ലല്ലോ തീരുമാനിക്കാൻ. മനസ്സിലായി. എന്നാലും ഞാൻ ബൾക്കായിട്ട് വന്ന് എടുത്ത സ്റ്റോക്ക് അവിടെ കാണും. 12-നാണ് ഈ 12 ഞാൻ വന്ന് എടുക്കാം. അല്ല, അതിപ്പോ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഞാൻ മിസ്റ്റർ എക്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവര് കുറെ കൂടെ ഒന്ന് ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് പറയാന്നാ പറഞ്ഞത്. കാരണം ഇപ്പൊ എല്ലാരും ഈ ഓപ്ഷന്റെ തിരക്കിലല്ലേ? അതാണ് ഓപ്ഷന്റെ തിരക്കിലാണ്. അതിന്റെ ഉള്ള കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ ഓപ്ഷൻ വരുന്ന മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി നമുക്ക് ഇതാവല്ലോ. ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നേരെ പോവല്ലേ ഇല്ലീഗൽ ആയിട്ടുള്ള ഇതിൽ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ബിസിനസ് പറ്റത്തില്ല പിന്നെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മള് നല്ല തിരക്കായി പോയി ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാല്. എന്നാലും അവരെന്നാലും ഞാൻ ഒരു ചെറിയ രീതിയിൽ പ്രഷർ ചെയ്യാൻ നോക്കാം. അല്ല, എനിക്ക് സാർ സ്റ്റോക്ക് കിട്ടാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. പൈസക്കായിരുന്നാലും കുഴപ്പമില്ല. ലൈക്ക് എനിക്ക് സ്റ്റോക്ക് ഞാനൊന്ന് നോക്കട്ടെ. ഉറപ്പ് പറയുന്നില്ല, പക്ഷെ ഞാൻ നോക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒന്ന് സാറ് ഉറപ്പായിട്ടും സീരിയസ് ആയിട്ട് തന്നെയാണ് സാറ്. ഡീറ്റെയിൽസ് അയച്ചാൽ മതി. ബാക്കി പിള്ളേരുണ്ട്. അത് പറയാം. അപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൈൻഡിങ് ആ സമയത്തിനൊന്നും ഇതിനെ ബാധിക്കരുത്. ഇല്ല, അതൊരിക്കലും ഇല്ല. ഈ കാര്യം നിങ്ങളുടെ ഗ്രൈൻഡിങ്ങിനെ ഇത് ബാധിക്കരുത്. അല്ല, ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി അങ്ങനത്തെ പരിപാടി അങ്ങനെയില്ല. അപ്പൊ നിങ്ങളുടെ ബാധിക്കും, നിങ്ങളുടെ ഏണിങ്സിനെ ബാധിക്കും. മനസ്സിലായി. സാർ നമ്പർ അയച്ചത്, ബാക്കി കാര്യം ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് സെറ്റ് ആയിക്കോളാം. താങ്ക് യു. രായനാണ് ഇവിടെ നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. കറന്റ് ഇപ്പൊ കുറച്ചു നേരമായിട്ടൊക്കെ നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞ. ശരി. അപ്പൊ എന്തായാലും താങ്ക് യു. ഞാൻ അങ്ങോട്ട് അറിഞ്ഞാണ്. ഓക്കെ, ശരി, താങ്ക് യു. ബാക്കിയുള്ളവരൊക്കെ എന്ത് കാണുന്നില്ലല്ലോ? അവര് കുറച്ചുപേര് ഇറങ്ങി, കുറച്ചുപേര് ഉണ്ട് ഇപ്പോഴും. ഒരു അടുത്ത റോബറിയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കണ അവര്. ശരി, നടക്കട്ടെ. ഇതായിരുന്നല്ലോ അന്ന് പറഞ്ഞ പൂള്? ഇതായിരുന്നു. ലൈക്ക് അടി ഗൈസ് എല്ലാരും. നിങ്ങൾ എന്തുവാ പണ്ടെന്തായിരുന്നു പൂളിന് പ്രശ്നം? പണ്ട് പൂളിന് സാറേ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ പൂള് നമ്മള് കുഴിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ സാറേ ഇപ്പൊ നീന്താൻ പറ്റും സാറേ. പണ്ട് കുഴിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വരേണ്ടി വരും പൊക്കാൻ. അതിന് അങ്ങ് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് പൊക്കിയാലേ പറ്റത്തുള്ളൂ. നമ്മള് പെട്ട അത് സെറ്റായിട്ടുണ്ട്. കേറാൻ പറ്റത്തില്ല. പിന്നെ ആരെങ്കിലും വിളിച്ച് കയറ് വെച്ചോ അല്ലെങ്കിൽ വലിച്ചു കയറ്റാനൊക്കെ പറ്റുള്ളൂ. അല്ലെ നമുക്കായിട്ട് കേറാൻ പറ്റത്തില്ല. ദേഷ്യമുള്ളവന്മാരെ കൊണ്ട് അതിനകത്ത് ഇടാലോ. സത്യം ഇവിടെ കൊണ്ടങ്ങ് ഇട്ടേക്കും നമ്മള്. പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ പരിപാടി? ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ അവര് നീന്തി വരും. ഓക്കെ. അപ്പൊ ശരി, എന്നാ ഞാൻ ഇറങ്ങാം. ഓക്കെ. നാളെ വാസോണനെ കാണാൻ പറ്റുമെന്ന്. നാളെ വാസോണ വരില്ല അവിടെ. എടാ നിങ്ങളെവിടെടാ? ഞങ്ങള് മറ്റേ സാൻഡിലോട്ട് പോന്നു. ഓക്കെ. എടാ ചെറിയൊരു സംഭവം ഉണ്ട്. ബാല നീ എവിടെ? ഞാനിവിടെ മുതുക്കിന്ന് സാൻഡിലോട്ട് പോകും. മുതുക്ക് എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. സാൻഡിയിൽ വരാം. സാൻഡി കയറാൻ വരാം. നീ അവിടെ നില്ലേ? സുനീം ബാ. സുനി എവിടേക്ക് ഉണ്ടാ?
പാല 3024 ലൊക്കേഷൻ. ആ കമ്മിങ് കമ്മിങ്. അതിന്റെ ടോപ്പില് ഒരു ഇതുണ്ട്, ഡോറുണ്ട്, അവിടെ നിന്ന് കയറി വാ. ബാലിന് സ്നൈപ്പും ഇല്ലേ? ഉണ്ട് 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 ഉണ്ട്. എന്തിന് ചെറിയൊരു കേസുണ്ട്, വാ. ഇവിടെ തണുക്കുന്നുണ്ടോ എനിക്ക്? ഗൈസ് ലൈക്ക് അടി ഗൈസ്, ഗൈസ് കമോൺ. നിങ്ങൾ ഇത്രയും പേര് കണ്ടിട്ട് നമുക്കൊരു ലൈക്ക് പോലും ഒരു ലൈക്ക് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. ഫോർവേഡ് ചെയ്യാൻ പറ്റും. അണ്ണാ ഉമ്മ 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 ഉമ്മ. ഒരെണ്ണം 30-32 എത്ര ആയിരുന്നു? 30-24. 30-20. ആദ്യം ഇവരെ ഇതിൻ്റെ അകത്തോടെ കയറ്റണേ ഇവരെ, മനസ്സിലായ? നമുക്ക് ഇവരെ ഇതായിട്ട് സെറ്റ് ആക്കണം, അതായത് ഇതിലോട്ട് വരുന്ന രീതിയിൽ, മനസ്സിലായോ? എന്നിട്ട് സീക്രട്ട് ആയിട്ട് തന്നെ നമുക്കിത് ഡീൽ ചെയ്യണം. ഇപ്പം എന്തിനു കണ്ടോ കോപ്പി വല്ല വഴിയില്ലേ? ഇവിടെ ഇവരൊക്കെ നിങ്ങൾക്ക് അറിയോട്? തണ്ടർ അറിയില്ല, അറിയൂ? എനിക്കറിയോട് ഉമ്മാര് കണ്ടുപിടിക്കുന്ന ടാസ്ക്. തണ്ടർ ഇവിടെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ടോക്കിയോ ചേച്ചി, ഈ പയ്യൻ എനിക്കറിയാം. അവൻ എൻ്റെ അടുത്ത് വന്ന് പേര് വെച്ചപ്പോ ടോക്കിയോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു ടോക്കിയോ ഗ്യാങ് ആണെന്ന് ചോദിച്ചു. ആ അവിടെ തന്നെ, അതിന്റെ മോളെയാ. ഇടിവിട്ട് സുഖന, അത് ഇടിവിട്ട് തണ്ടർ സുഖനല്ല. അകത്ത് വഴിയുണ്ട്. എപ്പോഴും പിന്നാമ്പുറം നോക്കി പോയില്ലേ സ്നൈപ്പേ നീ? അങ്ങ് നേരത്തെ മുന്നിൽ നോക്കിയ പിന്നെ എനിക്ക് ഒരു മധുരയെ പറയാം, പിന്നെ പിന്നാമ്പുറം മാത്രമേ നോക്കാറുള്ളൂ. കുനി വരണേ കേട്ടാ. 30 ബാല സ്നൈപ്പ്. നമ്മളെ ഗ്യാങ്ങിലുള്ളവര് ബാക്കിയുള്ളവര് ഇതൊന്നും അറിയരുത്. ഓക്കെ, നമ്മൾ കുറച്ചുപേര് മാത്രം. ഞാൻ സ്നൈപ്പ് സുനി, പിന്നെ സാവേജ് സാവേജ്. എന്ത് സാധനമാണ്? ഓക്കെ, ചെറിയൊരു മിഷനാണ്. നമ്മളിത് വെളിയിൽ ആടുത്തും പറയരുത്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവരെ പറ്റിയോ അവരാരെന്നോ എന്തോന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. സോ അവരെന്താണ് ഈ സിറ്റി ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം, മനസ്സിലായ? പക്ഷെ ഇത് അവരറിയരുത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് പോയി ചോദിക്കുകയും ചെയ്യരുത്, മനസ്സിലായ? അപ്പൊ അങ്ങനെ ഒരു എത്ര പേര് നോക്കട്ടെ, ഒരു 4-5 പേര്, മനസ്സിലായ? ഒരു ടീം. അവര് ഇല്ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെ ഡീലിങ്സ് ആണ് അവര് നടത്തുന്നതെന്നും. പോലീസിന്റെ ഓ അങ്ങനെ വന്നതെന്നായിരിക്കും, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ, പേര് നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കരുത്, മനസ്സിലായ? അതായത് ഞാൻ സ്നൈപ്പിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. നിങ്ങളിത് കണ്ടുപിടിക്കുക. ഞാനും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഗ്യാങ് റേഡിയോയിൽ പറയില്ലേ, നമ്മൾ ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്യേണ്ട, മനസ്സിലായ? 3-4 ദിവസം ഉണ്ട്. ഇതിന്ന് എന്താണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ പ്രോഫിറ്റ് നമ്മളെ ഗ്യാങ് അസറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. എന്ത് രീതിയിൽ, മനസ്സിലായ? ഇതിപ്പം ആര് പറഞ്ഞ ഇതാണ്? അത് മാത്രം, അത് നമ്മളൊരു ഡീലർ ഉണ്ട് മിക്സ്ട്രക്സിൽ. അത് ആരാണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് മിക്സ്ട്രക്സ് എന്നൊരു ഡീലർ ഉണ്ട് നമുക്ക്, മനസ്സിലായി? എനിക്കുണ്ട്. പുള്ളിയായിട്ട് വെച്ചൊരു ഡീലാണ്, മനസ്സിലായ? അപ്പം
ഈ പുള്ളി ഡയറക്റ്റ് ആയിട്ട് ആളെ വിട്ട് തിരക്കണതിന് പകരം കുറച്ച് ഇല്ലീഗൽ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? ഈ പുള്ളിയാണ് ഇല്ലീഗൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നത് തൊട്ട് ഗൺസേല് മുതല് പല കാര്യങ്ങളും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായോ? സെറ്റ്. സോ ഇത് പുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളായിട്ടുള്ള ഒരു അറിയാലേ ഏത് ഒരു ബന്ധം നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ആലിക്കൂലി കാര്യങ്ങളും കിട്ടും, മനസ്സിലായോ? അതായത് പറയുവാണെങ്കിൽ നമുക്കിവിടെ ഗൺ സെയിൽ വരെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയുണ്ട്. ബ്ലൂ പ്രിന്റ് ഭയങ്കര പാടാണ് സിറ്റിയിൽ, അറിയാലോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ കാരണം അതല്ല ഇതിപ്പോ ഇവരായിട്ട് ഇവർക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണോ അതോ അല്ലല്ല അവരായിട്ട് പ്രശ്നമുള്ളതല്ല, അവരായിട്ട് എന്തോ ഡീല് വെച്ചിട്ടുണ്ട് ഇവര്, മനസ്സിലായോ? സോ അവരെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ എങ്ങനെ ഇവർക്ക് ഡീല് ഓക്കെ ആക്കാൻ പറ്റും, മനസ്സിലായോ? സോ അവര് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങാതെ ലൈക്ക് നമ്മളെ ത്രൂ, മനസ്സിലായോ? നമ്മളും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങരുത്, മനസ്സിലായോ? നമ്മള് ഇൻഡയറക്റ്റ് ആയിട്ട് പല വേഷങ്ങളില്, മനസ്സിലായോ? പല വേഷങ്ങളില് പല ക്യാരക്ടറിൽ നമ്മൾ പോണം. അതായത് ബാലനായിട്ട് പോകരുത്, സ്നൈപ്പായിട്ട് പോകരുത്, മനസ്സിലായോ? ഞാനായിട്ടും അല്ല, നമ്മൾ പല പല വേഷങ്ങളിൽ മാറി അവരെ കൂടെ ചെന്നിട്ട് പല കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കി ആ ഇൻഫോർമേഷൻസ് നമ്മൾ മിസ്റ്റർ എക്സിന് കൊടുക്കും. ഓക്കെ, ഇതിപ്പം ആരാണ് ഫോട്ടോ വല്ലതും ഉണ്ടോ ആളുടെ? ഒന്നുമില്ല, ആകെ നമുക്ക് പേരുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ രണ്ടുപേർക്കും ഫോർവേഡ് ചെയ്ത് അയച്ചു തരും. ഓക്കെ, സോ സുനിക്കും അയച്ചു തരും. ഇത് നമ്മളെ ഇടയില് ഇപ്പൊ നിങ്ങൾ 3 പേര്, എന്നെ കൂട്ടാതെ ഒരു 5 പേര് മാത്രം ഇത് അറിയാവൂ. നിങ്ങൾക്ക് വലുതായിട്ടോ തോന്നിയ 5 പേര് മാത്രം. സുനിയുടെ ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി. 5 പേരെന്ന് പറയുമ്പോ നമ്മള് 3 പേരോടെ കൂട്ടിയിട്ടാണോ അതല്ലാതെ നമ്മളല്ലാതെ 5 പേരോ? അതല്ല, ഞാൻ കൂട്ടാതെ നിങ്ങൾ 5 പേര്, മനസ്സിലായോ? ഓക്കെ നമ്മള് ഇനിയിപ്പോ 2 പേരെയും കൂടെ കൂട്ടാം. നിങ്ങൾക്ക് അവര് ആക്റ്റീവ് ആയിരിക്കണം, മനസ്സിലായോ? കുറച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, പല പല ക്യാരക്ടറിൽ നിങ്ങൾ മാറണം, മനസ്സിലായോ? അങ്ങനെ ഉള്ളവരെ വേണം വിളിക്കാൻ, മനസ്സിലായോ? അതാ പറഞ്ഞ ആള് മാറാൻ പോണ നിങ്ങൾ ഐഡന്റിറ്റി വെളിയിൽ വരരുത്, മനസ്സിലായി? ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഐഡന്റിറ്റി വെളിയിൽ വരേ ചെയ്യരുത്, മനസ്സിലായോ? അങ്ങനെ വേണം നമ്മൾ മാറാൻ. അതുകൊണ്ടാണ് ടാസ്ക് ആയിട്ട് ഞാൻ നിങ്ങൾ ഇത്രയും വരെ വിളിച്ചത്. നിങ്ങൾക്ക് ഡീല് ഓക്കെ ആണോ? ഡീല് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ളത് ഞാൻ തരും. ഓക്കെ, മിസ്റ്റർ എക്സിന്റെ വകയുള്ളത് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതായിട്ട് തരും, മനസ്സിലായോ? ഓക്കെ നമ്മൾ മുതലേ പരിപാടി തുടങ്ങാം. പിന്നെ പേര് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഞാൻ പേരിപ്പോ അയച്ചുതരാം. ഓക്കെ, ഇപ്പൊ അയച്ചുതരാം. സോ ഇവിടെ ആയിരിക്കും നമ്മളെ ഡീൽ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ, എടാ നിങ്ങളുടെ നമ്പർ എന്താണ്? അല്ലാത്ത നമ്പർ എൻ്റെ ഇല്ല. രാണപ്പ മിസ്റ്റർ എക്സ് ആയിട്ട് അത്യാവശ്യം കമ്പനി ആയി. ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. സുനിമോനെ തരാം, സുനിമോനെ ഇങ്ങോട്ട് ഫോണെടു. സുനിമോൻ എനിക്ക് എല്ലാരും അയക്കാം, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. എല്ലാരും എനിക്ക് അയച്ചു. ഞാൻ ഇപ്പൊ നമ്പർ ഞാൻ പേര് ഒന്ന് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, ഒരു 2 മിനിറ്റ്. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാൻ പറ്റുമോ? നോർമൽ മെസ്സേജിന്റെ അകത്ത് നല്ല ഓപ്ഷൻസ്. എന്നാ പിന്നെ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങും. നമ്മളെ ഗ്രൂപ്പ് തുടങ്ങിയാലോ? അതാകുമ്പോ ഇത്തിരി കൂടി കോണ്ടാക്ട്സ്, റീസെന്റ് മെസ്സേജ്, ഡാർക്ക് ചാറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഗ്രൂപ്പ് നെയിം എന്ത് കൊടുക്കണം? ഗ്രൂപ്പ് എന്തെങ്കിലും കൊടുത്തോ? സീക്രട്ട്. നമ്മളെ 3 പേരെ പിടിച്ചാടി. മിഷൻ എക്സ് കൊടുക്കട്ടെ. മിഷൻ എക്സ് ഞാൻ ഇപ്പൊ അതിൽ ഫോർവേഡ് ചെയ്യാം. ഒരു ഞാൻ പറഞ്ഞ നമ്മൾ ചിലപ്പോ ഇവരെ ഒന്നും അറിഞ്ഞൂടാത്തോണ്ട് പേര് വിട്ടുപോകും നമ്മളെ, മനസ്സിലായ? മൈൻഡിൽ കാണത്തില്ല. കുറെ പേരുണ്ട്. ഒരാളാണെങ്കിൽ ഞാൻ പേര് പറഞ്ഞിരുന്നത്, ഇതിപ്പോ കുറെ പേരുണ്ട്. അപ്പൊ ഒരു സംഘം ആൾക്കാരാണ് നമ്മൾ തട്ടുപിടിക്കുന്നത്. ശരിക്കും അവര് എന്താണ് സിറ്റി ചെയ്യുന്നതെന്ന് അറിഞ്ഞാ മതിയല്ലേ? എടാ അവര് ഗ്യാങ് അല്ല, മനസ്സിലായ? ഗ്യാങ് ഒന്നും അല്ല. അവരൊരു ക്ലബ്ബ് പോലത്തെ ഒരു സംഭവമാണ്, മനസ്സിലായ? ഇവരിങ്ങനെ കൂട്ടായ്മ വന്നിട്ട് ഇവര് ഒരു ഡീൽ അവരായിട്ട് വെച്ചതാണ്, മനസ്സിലായ? എല്ലാരും കണ്ട എല്ലാരുമായിട്ട് ഡീൽ വെക്കാൻ പറ്റുമോ? അപ്പൊ അവര് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ ബാക്കപ്പിന്, മനസ്സിലായ? സോ അതാണ് സംഭവം.
അവരെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അടക്കം നമ്മൾ അറിയണം. അതെ. എന്താണ് ഡീൽ വെക്കണത്, അതാണ് നിങ്ങളെ തന്നത്. പക്ഷെ നമ്മളെ ഐഡന്റിറ്റി ഇവിടെ വെളിയിൽ വരരുത്, അതാണ് ടാസ്ക്. ഇതില് ഓക്കെ, അതാണ് ടാസ്ക്. നമ്മളെ ഐഡന്റിറ്റി വെളി വന്നു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു. അപ്പൊ നമ്മള് പല ക്യാരക്ടറിലായിരിക്കണം, മനസ്സിലായ? ഞാൻ ഒരാളെ അന്വേഷിക്കാൻ പോകുമ്പോ പല പല ക്യാരക്ടറിൽ, അത് നിങ്ങളെ ബുദ്ധി വെച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ ചെയ്തോ. എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക, വീഡിയോസ് അടക്കം തെളിവായിട്ട് നമുക്കത് ഫോർവേഡ് ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ബോഡി ക്യാം വാട്സപ്പ് എങ്ങനെയാണോ എടുക്കുന്നത്? വാട്സപ്പിനത് ഇവിടെ ബോഡി ക്യാം പറ്റൂല. ബോഡി ക്യാം പേടിക്കാൻ ഡ്രോൺ യൂസ് ചെയ്യട്ടെ. ഡ്രോൺ യൂസ് ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്യോടെ. ഗോപി കുമാർ, യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയോ ഗൈസ്, ഓരോ ദിവസം എന്റെ ഓരോ ക്യാരക്ടർ നിങ്ങൾ കണ്ടോ. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കുമാർക്ക് അയച്ചു കൊടുക്കാം. അവിടെ ഇത് കോപ്പി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് ഒരു നല്ലൊരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന പേരിൽ ഒരാൾ അറിയാവുന്നതാണെങ്കിൽ ബാക്കിയുള്ളവരെ പിടിക്കാൻ എളുപ്പമാണ്. ഫുള്ള് ക്യാപിറ്റൽ ടി വി സ്നൈപ്പ് ആണ്. അല്ല TMS മാത്രം. ഇതില് വെയിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. കോപ്പി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും പേര് വിട്ടോ. എന്തായി ഗ്രൂപ്പ് എന്തായി? ടീയും അപ്പൊ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കേണ്ടി വരും. അതിന് ഹായ്, ഐ എം ഫ്രം മിഷൻ എക്സ് ബാലൻ. വീഡിയോ കോളൊക്കെ വരും കേട്ടോ, പേടിക്കല്ലേ. ഹായ്, മെസ്സേജ് പ്ലസ് ആഡ് മെമ്പർ. പേരെണ്ണ അടിക്കണം എന്നുള്ളൊരു മാതിരി സെറ്റപ്പ് പരിപാടിയായിപ്പോയി. സ്നൈപ്പ് അടിച്ച് ദ സ്നൈപ്പ് സ്പേസ് എടുത്ത് ക്രിയേറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് നെയിം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 4 ക്യാരക്ടേഴ്സ്. ഓക്കെ പിന്നെയും തുടങ്ങാൻ. മിഷൻ ഇവന്മാരൊക്കെ കേട്ടിട്ടുണ്ടോ ഞാൻ ഈ സിറ്റിയില്? ഇവന്മാരൊക്കെ എനിക്ക് അറിയാടാ. ഇത് എനിക്ക് ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ആൾക്കാരെ നോട്ട് ചെയ്തേക്കും. ഇതില് കാർക്കണനാണെങ്കിൽ ഇത് പകുതി കൂടുതൽ ആൾക്കാർ അറിയാം, മനസ്സിലായി? സെറ്റിക്കകത്തുള്ള ഒരു വട്ടം വന്ന് സംസാരിച്ച എനിക്കാണെങ്കിൽ മറവിയുണ്ട്. സീരിയസ്ലി പറഞ്ഞ ഇവന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് എനിക്കൊരു പണിയായിട്ട് തന്ന ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നണം. ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റ്. എടാ ഞാൻ സെറ്റാക്കി. ഇനി ഗ്രൂപ്പ് തുടങ്ങിയത് ആഡ് ഞാൻ പേരിടാം. രായണ്ണൻ. ഓക്കെ, ചാക്കോച്ചി കേട്ടെ. ചാക്കോച്ചി മെസ്സേജ് ഒക്കെയാണ്. ഹായ്, മെസ്സേജ് വന്നു ഗ്രൂപ്പിൽ വന്നു. ഫോട്ടോ അടക്കം വന്നു. ഞാൻ പേരിടാം. ടൈപ്പിംഗ് ഒക്കെ വിജയൻ. അവിടെ ബാർ ഇട്ടേക്കുന്ന ഓരോരോ പേരുകളാണ്. ബാർ കഴിഞ്ഞ ഒരു പേരാണ്, മനസ്സിലായോ? സൈക്കോ ട്രേഡർ. ഇതില് ഞാൻ പറഞ്ഞത് തണ്ടറിനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വന്നോണ്ടിരിക്കണ എടുത്ത വോളിയം ബട്ടൺ അടിച്ച് വോളിയം മൊത്തം കുറച്ചിട്ടാ മതി. ഇപ്പൊ പോയി. വേറെ മെസ്സേജ് വന്നപ്പോ പോയി. ഗ്രൂപ്പിൽ ആടാക്കി തന്നെ അടക്കി നോക്ക്. ടോക്കിയോ എന്ന് പറഞ്ഞ ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഉമ്മാരെ മനസ്സിലായി. എനിക്ക് ഉമ്മാരെ മനസ്സിലായി. എനിക്കറിയാം. ഇതിൽ തണ്ടർ സുഗുണനെ ഞാൻ പോയി തരാം. അല്ല ഇവര് ആരെന്നാ പറഞ്ഞേ?
എടാ ഇവരൊരു ഡീല് ഒപ്പിക്കാൻ ഡീല് അത് മിസ്റ്റർ എക്സ് ആയിട്ടുള്ള ഡീലല്ലേ? ആണ് 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 ആണ്. അപ്പൊ വിശ്വ ഡാർക്കാണല്ലേ ഇവന്മാര്? അതെ. ഇവന്മാരെന്താ പരിപാടി സിറ്റിയില്? ഉറപ്പാണോ മിസ്റ്റർ എക്സ് ആണെന്നത്? മിസ്റ്റർ എക്സ് അല്ല ഇത് മിസ്റ്റർ എക്സ് അല്ല. ഇവന്മാരാണ് കണ്ടുപിടിക്കുക. ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. എടാ ഇവന്മാരെ ബാക്ക്ഗ്രൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്, മനസ്സിലായോ? കാരണം ഇവന്മാരാണ് ഇന്നലെ ഉച്ച മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവന്മാരൊക്കെ സൈക്കോ ട്രേഡർ, ജോൺ ജേക്കബ്, ഇവന്മാരെ ടീം ഫുൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഞങ്ങള് ഫുള്ള് മറ്റേ ഇതൊക്കെ അടിക്കുമായിരുന്നു. എന്റെ കൂടെ 2 മണിക്ക് ഞാനോട്ട് അത്യാവശ്യം നല്ല കമ്പനി ഉണ്ട് ഇവന്മാർക്ക്. നമ്പർ സഹിതമുണ്ട് വിശ്വടാർക്കിന്റെ. പക്ഷേ ഞാനായിട്ട് പോണ്ട. ഇവന്റെ ശരിക്കും പറഞ്ഞ ഇവരുടെ എന്താണ് സിറ്റിയിൽ പരിപാടി എന്ന് ചോദിച്ചാൽ ഇവന്മാര് മിസ്റ്റർ എക്സിന്റെ ബിൽഡിങ്ങിൽ ഒരു ദിവസം കേറി പോന്ന ഞാൻ കണ്ട്. അതെനിക്കറിയത്തില്ല. എടാ എനിക്ക് തോന്നുന്നു ഇവരെ മൊട്ടം ഡീൽ എടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെ നടന്ന് എന്തൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന അതൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ബിസിനസ് പിടിക്കാനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഡീല്. തണ്ടർസുഗുണന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എന്റെ ഉണ്ട്. ആള് മറ്റേ എന്താ റിച്ച് ലോറി ഡ്രൈവറാന്നുള്ള സ്വന്തം മറ്റേ അങ്ങനത്തെ ടൈപ്പ് ഒരാളാണ്. മറ്റേ ലോറിന്റെ ഇതില് ഭയങ്കര രീതി ലെവലും കാര്യങ്ങളും അങ്ങനൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര കുറച്ചൊക്കെ റിച്ച് ആണ്. വന്നപ്പോ കഞ്ഞി ഇപ്പൊ റിച്ച് ആയ ടൈപ്പ് ഒരു സാധനമാണ് ഇങ്ങനെ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ തണ്ടർ സുഗുണൻ എന്ന് പറഞ്ഞവന് ഈ എല്ലാത്തിലും ടോപ്പ് ആവണമെന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനത്തെ ഒരു ഈഗോ ഉള്ള ഒരു ടൈപ്പ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുമ്പ് കേറി കഴിഞ്ഞാലും ആൾക്ക് മുട്ടൻ ഈഗോ ആയിരിക്കും. പക്ഷെ ആള് പാവമാണ് അല്ലേ? കാരണം തണ്ടർ സുഗുണനും വിശ്വടാർക്കും സിറ്റിയിലുണ്ട്. ആണല്ലേ? തണ്ടർ സുഗുണൻ നമ്പർ എന്റെ ഫോർവേഡ് ചെയ്യണോ? ഓക്കെ, ഞാൻ ആദ്യം എന്റെ രൂപത്തിൽ തന്നെ അമ്മാരോട്ട് കമ്പനി ഉള്ള സ്ഥിതിക്ക് എന്റെ രൂപത്തിൽ തന്നെ പോവാം. എന്നിട്ട് നീ പിന്നെ വേഷം മാറാം. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ രൂപത്തിൽ തന്നെ നില്ലേ. എന്തെങ്കിലും ഒരു രീതിയില് വേഷം മാറി നമ്മൾ വരാം, മനസ്സിലായോ? എന്നിട്ട് നീ ടൈം ആകുമ്പോ നീ വേഷം മാറിയാൽ മതി. ഓക്കെ സെറ്റ്. കാര്യം ഞാൻ ഏറ്റ്. നമുക്ക് കുറച്ചധികം പണിയുണ്ട് ഇപ്പൊ. എനിക്ക് അവന്മാരെ അറിയാന്നുള്ള സ്ഥിതിക്ക് അവന്മാർക്ക് ഒരു ഡൗട്ട് തോന്നിക്കരുത്. അത് തോന്നത്തില്ല. ഫസ്റ്റ് മിഷൻ മറ്റേ തണ്ടർ സുഗുണം തന്നെ പിടിക്കാൻ. നീ നമ്പർ ഫോർവേഡ് ചെയ്ത് ഇതിന്റെ അകത്തിട്ടേ. മറ്റേ ഇതുവരെ പിരി എത്തിയാൽ മതി. ഇപ്പൊ ലെവല് വേറൊരു തന്നെ കൂടി കിടക്കണേ. അപ്പൊ ബ്രോ എന്തൊരു കുറവാണല്ലോ ഇപ്പൊ പറഞ്ഞ അതൊക്കെയാണ് വെയിലെ സീന്. ഇവിടെ പോയത് ഇടിവെട്ട് സുഗുണൻ നമ്പർ. ഇനി നമ്പർ ഇടാവോ? ഓ പഴയ മേക്കപ്പ് സെറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. ഇതാണ് ഇടിവെട്ട് സുഗുണൻ നമ്പർ. മെസ്സേജ് ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം ഗ്രൂപ്പിൽ മെസ്സേജ്